ഇവര് മനപ്പൂർവ്വം ഈ റോഡിന് ഇങ്ങനെ ആക്കി വേറെ വണ്ടികൾ വരാം. ഇതിപ്പോ നമ്മൾ ആ വീൽ ട്രാക്കിൽ കൂടെ പോണോണ്ട് കുഴപ്പമില്ല. അല്ല ഈ വണ്ടി എടുത്തിട്ട് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. യോബിന്റെ പുസ്തകം ഷൂട്ട് ചെയ്തെന്നാ പറഞ്ഞത്. അല്ല ഫുഡ് സ്റ്റെപ്പ് അല്ല, ഇതായിരിക്കും തട്ടിയിട്ടുണ്ടാവും. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിയാലോ ചേട്ടൻ. പക്ഷെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ എന്നാണ് ചേട്ടൻ നമ്മളോട് പറയണേ. ഇല്ലെങ്കിൽ നമ്മൾ കയറി പോരുമെന്ന് മനസ്സിലായോ? കണ്ടോ മുത്ത ടയർ നോക്കടാ. നമ്മൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടിട്ട് പോവാണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ നമ്മൾ പോണത്? വ്യൂ പോയിന്റ്. അത് ഏതായിരുന്നു ആ വ്യൂ പോയിന്റ്? വ്യൂ പോയിന്റ് പേരൊന്നും പറഞ്ഞില്ല. ഇവിടെ ഒരു വ്യൂ പോയിന്റ് എന്നേ പറഞ്ഞു. ഉളുപ്പുണ്ണി തന്നെ അല്ല, ഉളുപ്പുണ്ണി അല്ല, നമ്മളത്തെ ഒരെണ്ണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ചോദിച്ചു പോവാം. നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും മറ്റേ ഇന്നോവ പോവില്ല എന്നാണ് അവര് പറഞ്ഞത്. ചിലപ്പോ അവരുടെ ഒരു പേടി കൊണ്ട് പറഞ്ഞതായിരിക്കാം. പരീക്ഷണം വേണ്ട. നമ്മുടെ അല്ല, നേരത്തെ നമ്മളോട് ഇന്നോവ പോവില്ല എന്ന് പറഞ്ഞോടത്ത് നമ്മൾ സക്സസ്ഫുൾ ആയി പോയി വന്നു. അലമ്പോ ഒന്നുമില്ലാണ്ട് കയറി വന്നു അല്ലേ? ഈ ചേട്ടനോട് വേണമെങ്കിൽ ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്ക്. അതെ ചേട്ടാ, അതെ, ഇവിടുന്ന് റൈറ്റ് തിരിയുമ്പോ ഏതാ പോണത്? അപ്പൊ ശരിയാണ്. ശരി. അപ്പൊ ആള് പറഞ്ഞു തന്നതിലേക്ക് ഉളുപ്പുണ്ണി തന്നെയാണ് സ്ഥലം അല്ലെ? അല്ല പ്രതീക്ഷേ, നീ നേരത്തെ ആ വണ്ടി ഒരു ക്രോസിംഗിൽ അവിടെ നമ്മള് ഒരു കമാൻഡർ നിർത്തിയത് കണ്ടില്ലേ? വെള്ളത്തിന്റെ നടുക്ക് നിർത്തിയത്. അത് ഈ വഴിക്കാ. അതെ, അത് ആ വഴിക്ക് കയറി പോയാൽ നമുക്ക് കാറ്റന്ന് റൈറ്റ്. അതല്ലേ ആ ചേട്ടൻ പറഞ്ഞ കാറ്റന്ന് റൈറ്റ് എന്ന്. ഇവിടുന്ന് റൈറ്റ്, ലെഫ്റ്റ് കട്ടർ റോഡ്, റൈറ്റ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പോവാം. കുളമാവ് വ്യൂ പോയിന്റ്, അതാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഡൗട്ട് തീർന്നില്ലേ? അപ്പൊ അതിന് പോണെങ്കിൽ മറ്റേ വഴിക്ക് വാട്ടർ ക്രോസിംഗ് അതിനെ ഇറക്കി വണ്ടി ഇറക്കി വിടൂല. അപ്പൊ നമ്മൾ അവിടുന്ന് തന്നെ ഈ വഴിക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് പറയണേ. നമുക്ക് നോക്കി നോക്കാം. അതായിരിക്കും അവൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതെ, അതായിരിക്കും. നമുക്ക് അറിയില്ല ശരിക്കും. ഈ ഒരു വെള്ളം പോണ സംഭവം ഇല്ലേ, ഇതാണ് നമ്മുടെ അവിടെ പാലില്ലാണ്ട് വാട്ടർ ക്രോസ് ചെയ്ത് നമ്മൾ പോണത്. ഇവിടെ നമ്മൾ വാട്ടർ ക്രോസിംഗ് തന്നെ ആയേനെ. പക്ഷെ ഇവിടെ വാട്ടർ ക്രോസിംഗ് തന്നെയാണ്. ഈ ചെളി വെള്ളത്തിങ്ങനെ പാലത്തിന്റെ മുകളിൽ കട്ടറായിട്ടുള്ളത് കൊണ്ടുള്ള വാട്ടർ ക്രോസിംഗ്. ഇച്ചിരി വെള്ളമുള്ളൂ കേട്ടോ. ഇത്രയാണ് നമ്മൾ അവിടെ ക്രോസ് ചെയ്യാൻ പോണത്. പക്ഷെ റൗണ്ട് അടിച്ചു വരാം. എന്താണിത്? ഒന്നുമില്ല. നല്ല ഇറക്കാൻ കേട്ടോ. ഇറങ്ങി വന്നു. ഇനി നല്ലൊരു കയറ്റ കയറാൻ പോണേ. അപ്പൊ ഈ വഴിക്കൊക്കെ വരികയാണെങ്കിൽ എന്തായാലും കുളമാവ് ഈ ഫോട്ടോ വ്യൂ പോയിന്റ് അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം അടിപൊളി ഓഫ് റോഡ് വഴിയും അതുപോലെ നല്ല തിക്ക് ഫോറസ്റ്റ് പോലെ തോന്നാവുന്ന ഇതേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് ഫോറസ്റ്റ് അല്ല ശരിക്കും. തേയിലത്തോട്ടം അതുപോലെ ഇപ്പുറത്ത് ലാവ് വീട് അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ്. പക്ഷെ സൂപ്പർ സ്ഥലത്തേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഫോൺ വിളിച്ചാൽ കിട്ടുന്നത് എനിക്ക് നല്ല റേഞ്ച് ഉണ്ടാക്കിയാൽ ബാക്കി അത്ര പറയാൻ പറ്റുള്ളൂ. റേഞ്ച് കാണിക്കണ്ടേ? പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മറ്റേ ജീപ്പുകൾ ഒന്നും തന്നെ ഇല്ല. ജീപ്പുകളൊന്നും ഈ വഴിക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട. മുൻകൂട്ടി പറയാണ് പേടിക്കണ്ട. കാരണം ഇവര് തെറിച്ചു പോകാനുള്ള ചാൻസ് പോലെയാണ്. ഇവര് പറയണ ഇത് ആഫ്രിക്കൻ മസാജാന്നാ പറയണേ അല്ലേ? അതെ, ഇങ്ങനെയും പറയും. ഈ വഴിയൊക്കെ നമ്മൾ തിരിച്ചു കയറി വരണതാ. അല്ല, ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഓടിക്കുമ്പോഴാണ് നമുക്ക് ആകെ താറ് മേടിച്ചതുകൊണ്ട് കാശ് മുതലായി എന്നുള്ള തോന്നല്. മറ്റൊരു ഹൈവേയുടെ പോരാണെങ്കിൽ ആവശ്യമില്ലല്ലോ. സസ്പെൻഷന്റെ ദൃഢത, പിന്നെ ടഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം. ജസ്റ്റ് ഞാൻ പറയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 വീൽ ഡ്രൈവ് വണ്ടി ശരിക്കും പറഞ്ഞ അപൂർവ സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ വരുള്ളൂ. ഈ 2 വീൽ ഡ്രൈവ് വണ്ടി തന്നെ താറ് ഒരുവിധം 90% സ്ഥലത്തും കയറി പോകും. പിന്നെ പക്കാ 100% ഓഫ് റോഡ് എന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സാധനമൊക്കെ യൂസ് വരുള്ളൂ. നിനക്ക് തോന്നിയിട്ടില്ല അത്? പക്ഷെ പറയുമ്പോ ആൾക്കാർ പറയൂ 4x4 ഉണ്ടെങ്കിൽ ടോപ്പ് തന്നെ. അത് അല്ലാന്നല്ല, പക്ഷെ ഇതും ഒരുവിധം 99% സ്ഥലത്ത്. ഞാൻ പറയട്ടെ, നമ്മൾ അവിടേക്ക് പോയില്ലേ, വ്യൂ പോയിന്റിലേക്ക് പോയി. അല്ല, വ്യൂ പോയിന്റ് അല്ല, നമ്മള് കേവ്സും വാട്ടർഫോളും കാണാൻ പോയില്ലേ? അവിടെ വന്നിട്ടുള്ള 99% വണ്ടികളും 4x2 ആ. അതെ. ഇതെന്താ മണ്ടമറിയിൽ കാറ് കിടക്കണേ? അത് നമുക്കറിയില്ല. നമ്മൾ മൈൻഡ് ചെയ്യണ്ട. വീടുകളുണ്ട്, ശരിയാണ്. അല്ല, പെട്ടെന്ന് കാടിന്റെ ഇത്ര ഉള്ളിൽ ഇങ്ങനെ വന്ന് കിടക്കണ കണ്ടപ്പോൾ സ്വാഭാവികമായും തോന്നാവുന്ന മറ്റേ എന്താ ആൾക്കാരെ നമ്മൾ പറയാ, എന്തൊരാൾക്കാരില്ലല്ലോ അങ്ങനെ. അവരവൻ ശ്രമിച്ചോന്ന്. നല്ല കേട്ട.
ഡീന ഇത് ഇവനിപ്പോ ഈ ചെയ്തില്ലേ, ഇത് ഇവരുടെ ജീപ്പ് ചെയ്തിരുന്നില്ലേ വർഷങ്ങളായിട്ട്, അതിന്റെ ആ ഒരു എക്സ്പെർട്ടീസ് ആണ് അവനാ ചെയ്തത്, ആ വലിച്ചിട്ടത്. ആ നമുക്കൊന്നും പറ്റില്ല അത്. ഏയ് അല്ല, നീ ഈ ജീപ്പിനെ ഹാൻഡിൽ ചെയ്യണില്ലേ, ഈ ഒരു ഇങ്ങനെ ചെയ്യണില്ലേ, അത് ഇതില് കാണുന്നുണ്ട് കണ്ടിന്യൂസ്. അല്ല ഒരു അതായത് ഇത് ഓടിച്ച് തഴമ്പിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണോ നീ പറയണേ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇവിടെ ആരും അംഗൻവാടി വെച്ചേക്കണം ഈ കാടിന്റെ ഉള്ളില്? അതെ അതെ, അംഗൻവാടി. പക്ഷെ നമ്മൾ ഒരുവിധം ടോപ്പിലെത്തിന്ന് തോന്നുന്നു. ടോപ്പിലെത്തി. ആ അംഗൻവാടിയില് ഇവിടെ കുട്ടികൾ എത്ര കുട്ടികൾ ഉണ്ടാവും? ആ ശരിയാട്ടാ, ഉണ്ടാവും. നമ്മളിപ്പോ ആദ്യമായിട്ട് പറ്റുകൊണ്ട് ആരും കാണണില്ലാന്ന് വെച്ചാൽ ആൾക്കാരില്ലായിരിക്കും ഉണ്ടാവില്ലടാ. ഇനി നീ ഫോൺ വിളിച്ചോ? കേറി പോവാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റുമോ? പക്ഷെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ എന്നാണ് ചേട്ടൻ നമ്മളോട് പറയണേ. മഴ പെയ്ത് ഇങ്ങനെ കിടക്കണോണ്ട് ചിലപ്പോൾ കയറാൻ ചാൻസും ഇല്ല, അതും വേണ്ട പറയാൻ. അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല. ഫ്രണ്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം ഇതിൽ കയറി പോകും. ഇതിപ്പോ ഇങ്ങോട്ടോ പോണ്ട വരിക? ട്രാക്ക് കാണുന്ന മുഴുവനും റൈറ്റിലേക്കാ. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ തിരിഞ്ഞില്ലെങ്കിൽ നമുക്ക് വട്ടം വെച്ചാലും നമുക്ക് തിരിക്കാം. എന്തായാലും പോയി നോക്കാം. ഒന്നും പേടിക്കണ്ട, നമ്മൾ ഇതേപോലെ ബാക്ക് അറിയുമ്പോ പോളും. അല്ലാണ്ട് മറിയൊന്നും ഒരിക്കലും ഇല്ല. അങ്ങനത്തെ കേസേ നീ ചിന്തിക്കണ്ട. നിങ്ങള് ഈ വണ്ടിയിൽ ഇരിക്കുന്നവരിൽ എപ്പോഴും എനിക്ക് ധൈര്യം തരേ വേണ്ടത്. ഞാൻ റെഡിയാണ് കേട്ടാ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കേ. ഞാൻ പറഞ്ഞ വണ്ടി ഒരിക്കലും മറയില്ല, വണ്ടി മറയില്ല. അന്തക്കേടുകള് ഇല്ല, അതങ്ങനെ പോണം. അല്ലെങ്കിൽ പിന്നെ എന്തോ രസമുള്ള അതെന്താന്നറിയ. പിന്നെ പോരാത്തതിന് നമ്മളില്ലേ ഇപ്പൊ ഇവിടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർത്തിയില്ലേ, അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ കയറി പോരുമെന്ന് മനസ്സിലായോ? അത് കുഴപ്പമില്ല, കേറുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ, ഇറങ്ങാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ അങ്ങനെ പൊക്കോളൂ. ഇങ്ങനെ ഇനി വണ്ടി പോവാ, അല്ലാണ്ട് ഇപ്പൊ നമ്മള് റോട്ടിക്കൂടെ ഓടിക്കാൻ പോലെയൊന്നും പോവില്ല. അതൊരു അത് കുഴപ്പമില്ല, നിങ്ങളൊന്നും പേടിക്കണ്ട ചേട്ടാ. അവര് വെക്കണേ ഏതാ ഈ ഹനുമാനായി വെക്കണേ? ഹനുമാനല്ല, ഓൻ സുലൈമാൻ. ഫ്രണ്ട് ഉണ്ടോ ബാക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണതിന്റെ കാര്യം ഇതാണ്. ഈ അടി തട്ടാനുള്ള ചാൻസ് ഇല്ലേ, അതാണ് മെയിൻ ആയിട്ട്. ഇല്ലടി ഡീന, എന്നെ പോയിന്റ് ഇത്രേ ഉള്ളൂ. കഴിഞ്ഞോ? കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇവിടെ ഇറങ്ങി നിക്കണം. ഇതാണ് ജാവ എന്റെ ധൈര്യമാണ് കേട്ടോ നമ്മളിവിടെ എത്തിച്ചേ. ഞാൻ സപ്പോർട്ട് തന്നത് കൊണ്ട് ഒരു വഴിക്ക് കൊണ്ട് പോകാൻ പാടില്ല. നമ്മളെവിടെ പോവാണെങ്കിൽ നമ്മൾ മാത്രമേ പാടുള്ളൂ. പോരാത്തതിന് ഞാൻ നന്മ നിറഞ്ഞ നിനക്ക് സുസ്ഥിയും പറഞ്ഞിട്ടാ ഞങ്ങൾ അങ്ങനെ മുകളിലെത്തി. ഞങ്ങള് ഡാമിന്റെ അവിടേക്കുള്ള വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ. അതേ അങ്ങ് അകലെ കണ്ടോ വെള്ളം കിടക്കണ കണ്ടോ, അതാണ് ഈ സ്ഥലം ശരിക്കും പറഞ്ഞ. പക്ഷെ കണ്ണുകൊണ്ട് ശരിക്കും കാണാണ്ട് വീഡിയോയിൽ അത്ര അങ്ങനെ കാണാനില്ല. ഇത് ഇവിടെയാണ് യോബിന്റെ പുസ്തകം ഷൂട്ട് ചെയ്തതെന്നാ പറഞ്ഞത്. ഈ ഭാഗത്ത് അല്ലേ, അതാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളും കേറി ഏറ്റവും മുകളിലെത്തി. ഇത് എന്താ കണ്ണ് കെട്ടിയിരുന്നോ? എന്നിട്ട്
അത് ഇതിൽ കയറി വരുന്ന വഴി ரொம்ப മോശം വഴി. അപ്പോൾ അതിനാലെ എല്ലാവരും പറഞ്ഞു ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ എന്ന്. പക്ഷേ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഒന്നും വേണ്ടി വന്നില്ല. സംഭവം ഇങ്ങനെ മഴ പെയ്ത് അള്ളിപ്പിളിയായി കിടക്കുന്നതുകൊണ്ട് വണ്ടി നിരങ്ങിയൊക്കെ പോവായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ആൾ സിമ്പിളായിട്ട് കയറി വന്നു. എവിടെയും തട്ടുമുട്ടും ഒന്നും ചെയ്തൊന്നുമില്ല. പിന്നെ അടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ തട്ടുണ്ടാവും. അത് പിന്നെ ഏത് വണ്ടി കയറി വന്നാലും തട്ടും, പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഒന്നും കൊണ്ടല്ല. ഫുഡ് സ്റ്റെപ്പ് ഒന്നും തട്ടൂലടാ. നമ്മുടെ ഏത് ലീഫിന്റെയോ ഉണ്ടാവും ഉദ്ദേശിക്കണു. എനിക്ക് തോന്നുന്നു അതിനുള്ള തട്ടിയിട്ടില്ല. അതിന് അതെ അത്ര തന്നെയുള്ളു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇല്ല, ഇവിടെ വരെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അല്ലേ? അതെ, അടിപൊളി ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ അടിപൊളി. അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരും ഇല്ല. സൂപ്പർ സ്ഥലം. പിള്ളേരൊന്നും പോകുന്നില്ല, ഞങ്ങൾ മാത്രം. ഇപ്പം ഇങ്ങനത്തെ വഴി ആയതുകൊണ്ട് ഞങ്ങൾ മാത്രമേ കയറി പോകുന്നത്. സൂപ്പറായി, അടിപൊളി, ഹാപ്പി. ഇനിയിപ്പോൾ ഇതില് അതിലെ ശരി ഹൈറ്റ് കൂടുതല കണ്ടോ? എവിടെയാടാ? അതില്ലേ ഈ സാധനം ഇത് ഇതാണ് പറ്റിയിട്ടുള്ളത്. ഓക്കെ, അല്ല അത് ഏത് വണ്ടി ആയാലും തട്ടൂലോടാ. പിന്നെ വേറെ കാര്യം 4x4 ആയാലും അത് തട്ടും ഇല്ലേ? അതില് അത്രേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു മാനസിക സംതൃപ്തി എന്ന് പറഞ്ഞൊരു വലിയ സാധനം ഉണ്ടല്ലോ. അത് വണ്ടി എവിടെയെങ്കിലും കയറ്റി എത്തിച്ച് പോകില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. അത് നന്നായിട്ട് കിട്ടി ഗായ്സ്, നല്ല രസമുണ്ട്. ഇതൊക്കെ ഏറ്റവും ഫ്രണ്ടിൽ പോയി ആസ്വദിക്കേണ്ടത്. ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇത് ഇറങ്ങി പോവല്ലേ? ഇതേ വാ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാൻ ചേട്ടൻ വാ. അടിപൊളി. ഫോട്ടോ എടുക്കാം. സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഇയോബിന്റെ ബുക്കിന്റെ സ്ഥലം എന്നാ പറഞ്ഞത്. എന്താണ് ഇതേ? നല്ല രസം അല്ലേ? അടിപൊളി. അമ്മ കണ്ണക്കി. പക്ഷെ നമ്മളിപ്പോ കയറി വന്നില്ലേ, അത് മഴ പെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ മഴ പെയ്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത്. അല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ആനന്ദ അങ്ങേറ്റത്തേക്ക് പോയി. വാ, അങ്ങ് പോയിട്ട് വരാം. നീ പറഞ്ഞെന്താ ഇവിടെ ഇങ്ങനെ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്രോസിങ്ങിന്റെ അവിടേക്ക് എത്താൻ ചാൻസ് എന്നാണോ? അപ്പൊ നമുക്ക് അന്ന് ആ വഴിക്ക് ഇങ്ങോട്ട് പോയി നോക്കിയാലോ? വണ്ടി കിടക്കണ ഒരു ഫ്രെയിം നോക്കി. സൂം ചെയ്ത് എന്റെ പൊന്നോ, ഡാമിന്റെ പറയാനില്ല. ഇവന്റെ ഫോണില് നല്ല ലൈറ്റ് ഉണ്ട്. ഇവിടെ ഈ ഫ്രെയിം നോക്കി. ഇവിടെ വാ ക്ലോസ് ഇവിടുത്തെ അല്ലേ? പൊളിയല്ലേ ഫ്രെയിം? കാരണം ഇങ്ങോട്ട് ഒറ്റയ്ക്ക് ഇട്ട് പോകുന്നു. ചീവീട് കരിഞ്ഞു തുടങ്ങിട്ടാ. ഏതാ ആ വഴിക്ക് പോകണ്ടാണ്? തിരിച്ചു തന്നെ പോയാൽ മതിയോ? തിരിച്ചു പോണേക്കാളും എനിക്ക് തോന്നുന്നു റിസ്ക് കുറവ് ചിലപ്പോൾ അതിലെ പോവായിരിക്കും. അതെ, അപ്പൊ എന്നാ പോവാം. രാത്രി കാടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിട്ട് നമ്മളെ കാണാണ്ട് ഫോൺ വിളിച്ച് കിട്ടാണ്ട് ടെൻഷൻ അടിക്കണ്ട. വന്ന വഴിക്ക് തന്നെ ഇറങ്ങി പോവാം. ഫോട്ടോ എടുത്ത് തരാം. അങ്ങനെ ഞങ്ങൾ നേരം വൈകിട്ടോ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായി. ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങാം. കാരണം വെച്ചാൽ തീരെ കണ്ണ് കാണാൻ പറ്റാണ്ട് താഴത്തേക്ക് ഇറങ്ങിയാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴിയിലെങ്ങനെ പോയിട്ട് സെൻറ്റർ ജാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലേശം കാണാൻ പുറത്തുനിന്നുള്ള വെളിച്ചം കൂടിയുള്ള സമയത്ത് ഇറങ്ങാന്ന് വെച്ചിട്ട് ഹെഡ്ലൈറ്റിൽ മാത്രം ഇറങ്ങണ്ടല്ലോ. നേരെ പോവാം നമുക്ക്. ഇത് കാണിക്കുന്നത് നമ്മുടെ ഇത്, അതായത് പാരലലിനെ വെച്ചിട്ട് നമ്മൾ എത്ര ഡിഗ്രി ആംഗിള് കാണിക്കുന്നതാണ്. ഓക്കെ, ഇത് ലെവല് കാണിക്കുന്നത്, എത്ര ലെവലിലാണ് ഇത് നിൽക്കണെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇത് ആംഗിളും ഇത് ലെവലും. ആനന്ദ, ഇതെന്താ പറയുക, ഈ സെന്ററിൽ പൊങ്ങി നിൽക്കുന്നില്ലേ, അതായത് വീലിന്റെ മറ്റേ ഹൈറ്റ് ഉണ്ടല്ലോ, ഇതാണ് മറ്റുള്ള വണ്ടികൾ വരുമ്പോൾ അടി ഇടിക്കാൻ കേസ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതിപ്പോ നമ്മൾ ആ വീൽ ട്രാക്കിൽ കൂടെ പോണോണ്ട് കുഴപ്പമില്ല, അടി ഇടിക്കാത്തതുകൊണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മൾ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നോർമൽ കണ്ടീഷനിൽ അല്ലാന്ന് വിചാരിക്കുക. അപ്പോ എന്നിട്ട് പറഞ്ഞുള്ള കാര്യം മറന്നുപോയില്ലോ. നീ എടുത്തോ, കാലെടുത്തോ? ഇല്ല, അങ്ങനെ കഴിഞ്ഞാൽ അടി മുഴുവൻ വരികയാണ്. ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് സെന്റർ നമ്മൾ ഒരാണ്ട് ഇങ്ങനെ പോരേണ്ട കാരണം. പിന്നെ ബ്രേക്ക് ആയാലും ആവശ്യത്തിൽ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നിയ പോലെ അങ്ങനെ പോകുന്നു. ഇതിപ്പോ നമ്മൾ കറക്റ്റ് നോക്കി അങ്ങനെ പോവാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇറക്കം അത്ര വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. ഇല്ല, എങ്ങനെയെങ്കിലും താഴത്തേക്ക് പൊക്കോളൂല്ലോ. കേറ്റാണ് കേറാണ്ട് വരിക. ഈ ഹിൽ ഡിസെന്റ് ഇടുമ്പോ ഫസ്റ്റിലിട്ടിട്ട് ബ്രേക്കിൽ നിന്ന് കാര്യം എടുക്കുക, അത്ര തന്നെ ഫസ്റ്റിലേക്ക് ഇട്ടോ.
അപ്പൊ എന്തായാലും സ്പീഡ് കൂടി ഇറങ്ങും. എന്ത് കൂടി ഇറങ്ങും? ഈ ഗിയറിലാണെങ്കിൽ അപ്പൊ നമ്മൾ ബ്രേക്കുമ്പോൾ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ 4x4 ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ഇട്ടിട്ട് മെല്ലെ മിണ്ടാണ്ടിരുന്നാൽ മതി, ആളെ ആവശ്യത്തിന് പിടിച്ചങ്ങനെ ഇറങ്ങിക്കോളും. ഇനി ഇത് അവിടെ ഇവിടെ അങ്ങനെ ബലമായിട്ട് പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. റിലാക്സ്. അതിനുള്ള സ്ഥലം ഒന്നും ഇല്ല എന്ന് പറയുന്നത്. താഴോട്ടൊന്നും പോകാനൊന്നുമില്ല. ഇതെനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഇവര് മനപ്പൂർവ്വം ഈ റോഡിന് ഇങ്ങനെ ആക്കി വേറെ വണ്ടികൾ വരാണ്ടിരിക്കാനും ഇവർക്ക് മാത്രം 4x4 കൊടുത്തിട്ട് പോകാൻ വേണ്ടി ഇതിനൊരു എക്സ്ട്രാ പൈസ മേടിക്കാമല്ലോ. പിന്നെ ഇതൊക്കെ ഒന്ന് മണ്ണിട്ടാലും അപ്പൊ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മനഃപൂർവ്വം ചെയ്യണതാ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചു. ഇതാണല്ലോ നമുക്ക് ഉണ്ടായ ആ ഒരു പേടിയും ആ ഒരു എക്സൈറ്റ്മെന്റും ടോപ്പിൽ ചെന്നിട്ട് വാവ് എന്ന് പറഞ്ഞല്ലേ, അത്രേ ഉള്ളൂ. ഇത് അതാ കേറിയവർക്കും തോന്നണമെങ്കിൽ ഇങ്ങനെ നല്ല വഴിക്ക് പോയാൽ ഉണ്ടാവുമോ? ഇല്ല. ഇവിടെയാണ് നമ്മള് പേടിച്ച് ഇതായത്. അടിപൊളി, നല്ലൊരു ഇറക്കം. ഇറക്കമേ ഉള്ളൂ. ഏയ് എന്തോ ഇത് കഴിഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നും പേടിക്കുന്നൊന്നുമില്ല. ഇത് വീടല്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അത് താഴ്ച. അതല്ല, ഞാൻ വിചാരിക്കുന്നതെന്നറിയോ, തങ്ങി നിന്നാലും താഴോട്ടൊന്നും പോകത്തില്ലല്ലോ, നമ്മളെ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണമെന്നല്ലോ. എനിക്ക് എത്ര ഉള്ളൂ, പക്ഷെ എനിക്ക് എത്തി റോഡെത്തി നമ്മള് കഴിഞ്ഞു. അല്ല ചിലപ്പോ നമ്മളിവിടെ നിർത്തി സ്വീകരണമൊക്കെ തരുമായിരിക്കും കേട്ടോ. മക്കളെ ഒരു ചായ കുടിച്ചിട്ട് പോടാവേ. മഴ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ആള് പറഞ്ഞോ, ചിന്തിക്കാനുള്ള ബോധം ആരെങ്കിലും ആ വഴിക്ക് പോകുന്നത്. അതായത് നമ്മളൊക്കെ മന്നപ്പന്മാരാണെന്നാണ് ആള് പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ രീതിയിലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് അതാ തെന്നി കിടക്കണോണ്ടാണ്, വേറൊന്നും. ഞാൻ ഇറങ്ങുമ്പോ പിന്നെ കുഴപ്പമില്ല, അപ്പുറം ഇപ്പുറം കൊക്കൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ സ്ഥലത്തേക്കൂടെ പോകുമ്പോ എനിക്ക് പിന്നെ വലിയ പ്രശ്നമില്ല. തങ്ങി നിന്ന് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇവിടുത്തുള്ള ജീപ്പില് ഇവിടുത്തുള്ള ആൾക്കാർ ഓടിക്കുന്ന ജീപ്പിൽ ചെന്നാലും നമുക്ക് ആ നേരത്തെ ഉണ്ടായ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. നമ്മൾ കുടജാദ്രി പോയി, എല്ലാം ഒരു ഓഫ് റോഡ് വണ്ടിയെ പോകുള്ളൂ എന്ന് പറഞ്ഞത് സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്വിഫ്റ്റ് കയറി പോയിരുന്നു ആ വഴിക്കൊക്കെ. അല്ലാണ്ട് അത് അവര് വേറെ വണ്ടിയെ ഈ വഴിക്കാണോ? അത് മഴ പെയ്യാത്തതുകൊണ്ട്, മഴ പെയ്യുമ്പോ അങ്ങനെ തന്നെ പോവാ, അതിന്റെ അപ്പുറമായിട്ടാ പോവാ. നമ്മള് പോയ സമയം എന്താ ചോദിച്ചാ ഈ വഴിക്കാണോ കയറി വന്നേന്നാ? അതെ അതെ അതെ. ഇതാണ് ഹില്ല് ട്രെയിനിന് കണ്ട ബ്രേക്ക് ഒക്കെ കാലെടുത്തേക്കാം, ഓട്ടോമാറ്റിക്കലി പിടിച്ചങ്ങ് നിർത്തിക്കോളും. കൂടി ആവശ്യത്തിന് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പിടിച്ചോളും. എത്ര ടെക്നോളജിയാണെന്നറിയോ ഇതിനകത്ത് കയറ്റിയിട്ടേക്കണത് അവര്. അത് ഈ പ്രൈസ് പോയിന്റില് അടിപൊളി. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓടിക്കൂട്ടോ ഈ വണ്ടി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഓടിക്കൂട്ടോ. അല്ല, ഈ വണ്ടി എടുത്തിട്ട് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. ചെറിയ ഓഫ് റോഡുകളൊക്കെ കയറിയെന്നല്ലാണ്ട് പറ്റില്ല എന്ന് തോന്നിയിട്ട് നിർത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ കയറി പോയത് ആദ്യമായിട്ടാണ്. പിന്നെ പോയ രണ്ട് വണ്ടിയും 4x2 ആയിരുന്നു. ഇതിന്റെ വേറെ പുതിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ 10,000 ഓടിയിട്ടുള്ളൂ. ടയറിന്റെ ഒന്നും കട്ട തീരെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോ വണ്ടി അതനുസരിച്ച് വ്യത്യാസം വരുമ്പോ ചിലപ്പോ കേറായിക്കൊക്കെ വരും. ഇതിപ്പോ 4 ടയറും പുത്തനല്ലേ, അപ്പൊ പിന്നെ അതൊന്നും ഒരു വിഷയമില്ല. സംഭവം ഇങ്ങനെ പോകുമ്പോഴാണ് അതിന്റെ ഒരു രസമുള്ളൂ. ചിലപ്പോ ഇത് തന്നെ വണ്ടി തന്നെ പറയണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി. അതെ, ഇതിന്റെ സർവീസ് കഴിഞ്ഞല്ലേ ഇപ്പൊ? അല്ലേ, നമ്മള് സർവീസ് കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ആഴ്ച. നമ്മുടെ 10,000 മികവൊക്കെ ഉണ്ട്, കാണിക്കുന്നുണ്ട്. AC ഒക്കെ ഇടുമ്പോ തന്നെ വണ്ടിക്ക് ഒരു സന്തോഷം അല്ലേ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചവിട്ടി ഇറക്കി പോവാം, പക്ഷെ ആ ഒരു ഫീല് കിട്ടണ്ടേ. ഇതാ നേരത്തെ കാണിച്ച ഹോം സ്റ്റേ. അടിപൊളി അല്ലേ. ഇതിലാണ് കയറി ഹോം സ്റ്റേ. അല്ല, നമുക്കല്ല, എനിക്ക് തോന്നുന്നത് ഹോം സ്റ്റേക്ക് അവിടെ. നൈസ്. പിള്ളേരെ മിസ് ചെയ്തു. അതിനെ കൊണ്ടുവരാൻ പറ്റൂല.
അബിയെ മേടിച്ച് കരഞ്ഞു. ആണോ? എന്നിട്ടാണ് ആള് പറഞ്ഞത് ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അബിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അബി ഇതുപോലെ വരുമ്പോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേന അബിയ ഒന്നും മിണ്ടാതെ മിണ്ടാണ്ടിരിക്കുവോ? സ്കെയർ ചെയ്യേണ്ട ആവശ്യം എന്താ? അവളെ അപ്പൊ കറക്റ്റ് മാക്സിമം വന്ന എന്തുണ്ടാവുക, നമ്മള് താഴേക്ക് വീഴും. അപ്പൊ അത് കേൾക്കുമ്പോ അബിയോ അതെന്താ പറഞ്ഞു, ഇതേപോലെ നമ്മള് വരുമ്പോ പെട്ടെന്ന് വണ്ടി സഡനായിട്ട് നിർത്തിയത് ചെയ്തില്ലേ ചേട്ടൻ? അപ്പൊ എന്ന് പറഞ്ഞ ഡു ഇറ്റ് അഗെയിൻ. ആള് പറയാ ഐ ലൈക്ക് ഇറ്റ്, ഡു ഇറ്റ് അഗൈൻ. ഞാനൊന്ന് ബ്രേക്ക് ഇട്ടിട്ടെ ഒന്ന് അതേപോലെ തന്നെ സ്പീഡിലെടുത്തേ. പെട്ടെന്ന് ഒരു വണ്ടി മുന്നിലേക്ക് വന്നപ്പോ സഡനായിട്ട് ബ്രേക്ക് ഇട്ടു. നല്ല കുഴിയായിരുന്നുള്ളത്. നമുക്ക് പോയപ്പോ കിട്ടിയായിരുന്നു അത് നമ്മൾ ചാടിപ്പോയി, കടക്കുന്നൊരു അടി അടിച്ചു പോയില്ലേ. നല്ല കുഴിയായിരുന്നു. അത് നമ്മൾ പെടച്ചു പോയതുകൊണ്ട് അറിയാണ്ട് വന്നതാ. എന്തായാലും ഹാപ്പി ആയി. നമുക്ക് നേരെ വെരി നൈസ്, എന്താ പറയാ, അടിപൊളി. വാട്ടർ ബോട്ടൊക്കെ വെറും കടായി. അത് വെച്ച് നോക്കുമ്പോൾ നല്ലതായിരുന്നു. എടാ ആ വാട്ടർഫോൾസ് കണ്ടപ്പോ എനിക്ക് ഓർമ്മ എന്താണെന്നറിയോ, മരോട്ടിച്ചാലില് നിന്റെ കറക്റ്റ് വെള്ളച്ചാട്ടം സെയിം ഫീൽ. ആന്റിയുടെ വീടിന്റെ അവിടുത്തെ എനിക്ക് അതാ ഫീല് വന്നത്. മരോട്ടിച്ചാലിൽ ആന്റിയുടെ അവിടെയുള്ള വീട് അത്രേ ഉള്ളൂ. മരോട്ടിച്ചാൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വരണ്ടാ. ഭയങ്കരധികം ആൾക്കാർ വരുന്നുണ്ട് അവിടെ. ഈ പറഞ്ഞ പോലെ റിസോർട്ടുകളും അതും ഇതൊക്കെ തുടങ്ങി, വലിയ സെറ്റപ്പായി തുടങ്ങി. ഓരോ സ്ഥലവും ആൾക്കാർ പുതിയത് അന്വേഷിച്ച് നടക്കല്ലായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇവിടേക്ക് പോകാൻ കാരണം ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്താ നമ്മൾ പോണതിന്റെ കാരണം? എന്തെങ്കിലും ഒരു വെറൈറ്റി തപ്പി നടക്കണോ? ഇത് നല്ല വെറൈറ്റി ഡെഫിനറ്റ്ലി. നമുക്ക് വണ്ടി മേടിച്ചതിന്റെ ഒരു വർത്തായി അല്ലേ? ഇത് ശരിക്കും ആൾക്കാർക്ക് ഫീൽ ചെയ്യണമെങ്കിലേ നമ്മൾ പുറത്തുനിന്ന് വണ്ടി കയറി വരുന്ന വഴിയും ഇതും ഷൂട്ട് ചെയ്തെങ്കിലാണ് അത് മനസ്സിലാവും. വണ്ടിയുടെ ഉള്ളിൽ നിന്നിട്ടുള്ള വ്യൂവില് പുറത്തുനിന്ന് അതന്നെ അറിയില്ല. അതാണ് വ്യത്യാസം. പിന്നെ നമുക്ക് വണ്ടി ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കുത്തിക്കയറ്റി കൊണ്ടുപോകാനും നമുക്ക് പേടിയുണ്ടാവില്ല. പിന്നെ ഞാൻ അതാണ് നീ അവിടെ ഇവര് പേടിച്ചപ്പോ ഞാൻ പറഞ്ഞു കേറിക്കോ, ബിക്കോസ് എനിക്ക് ഈ വണ്ടിയില് വിശ്വാസമുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നിന്റെ ജീപ്പ് ഡ്രൈവിംഗിലും എനിക്ക് വിശ്വാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത് വാ കേറാം പോവാന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചത് കുറേ ഉണ്ടാവുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് എന്താണെന്നറിയോ, വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാരെ കോൺഫിഡൻസ്. ഇവരെല്ലാവരും കൂടി നമുക്ക് ഇങ്ങനെ കാലെടുക്കാൻ വെച്ച കാലെടുക്കാൻ തോന്നുന്ന എക്സൈറ്റ് ചെയ്യുന്നത്. മറ്റേ നമുക്ക് എങ്ങനെ വന്നാലും ഹാൻഡിൽ സ്റ്റിയറിംഗ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് കുഴപ്പമില്ല. തെന്നി പോകുന്നല്ലേ ഉള്ളൂ. അതനുസരിച്ച് വീതി ഉണ്ടല്ലോ റോഡിന്. പിന്നെ കൊക്കയല്ലല്ലോ. അല്ല ഒരു സൈഡ് കൊക്കയാണെങ്കിൽ ഞാനായാലും കയറ്റില്ല. അത് റിസ്ക് ഉള്ള ജോബ്. കാരണം എന്തെങ്കിലും ബൈ ചാൻസ് തെന്നിപ്പോയാൽ നമ്മള് ഫാമിലിനെ കൂടി കളയേണ്ട അവസ്ഥയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഓഫ് റോഡ് കയറി പോയതാ. അപ്പൊ ഈ ഇതേപോലെ വടികൾ നിക്കണില്ലേ, വടികൾ പെയിന്റുമ്പോ കോറി. അപ്പൊ ഞാൻ ആലോചിക്കും ഈ റേസ് ഒക്കെ നടത്തണ പിള്ളേരുകളില്ലേ, അവരൊക്കെ വണ്ടിയൊക്കെ കോറി തവിട് പൊടിയാവൂലേ. അവര് മറ്റേ മാറ്റ് അടിക്കും, അല്ലെങ്കിൽ അതിന്റെ മീതെ റൈനോക്സ് ഒരു സാധനം ഫ്ലെക്സ് പോലത്തെ സാധനം ഒട്ടിച്ചു വെക്കും. ഫ്ലെക്സ് അല്ലടാ, അതൊരു പെയിന്റ്. അത് ബെഡ് ലൈനർ എന്ന് പറയും. അല്ല ഞാൻ പറഞ്ഞ അതല്ല, വേറൊരു ഇങ്ങനെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ കാന്തത്തിൽ ഒട്ടിക്കണ പോലത്തെ ഒരു സാധനം അതുകൊണ്ട്. പക്ഷെ അതിനേക്കാളും ഡ്യൂറബിൾ ആയിട്ട് നിക്കണത് റൈനോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബെഡ് ലൈനിങ്. ഈ സാധനം അതായത് വിദേശങ്ങളിലൊക്കെ ഹൈലക്സിന്റെ ബെഡില്ലേ, ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ നീ അതിന്റെ മീതെ എന്ത് കൊണ്ടുവന്നിട്ടാലും അത് ബ്രേക്ക് ആവില്ല. അതൊരു ഹെവി സോളിഡ് ആയിട്ടുള്ള ഒരു ബോണ്ട്. അത് നേരത്തെ ബ്ലാക്കിൽ മാത്രമേ വന്നിരുന്നുള്ളൂ. കുറെ വർഷങ്ങൾക്ക് ശേഷം അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കമ്പനി തന്നെ ഇപ്പൊ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ചെയ്യാം. മിലിറ്ററി ഡെസേർട്ട് സാൻഡ് കളറ്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ ഒരു 2-3 കളേഴ്സ് ഇപ്പൊ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ഇതിലൊന്നും നടക്കൂല, അതില് സ്ക്രാച്ച് വരില്ല. അങ്ങനെ വേണം, അത് നമുക്ക് പേടിക്കണ്ട. അവര് ഈ തമാശ കേക്ക്, അവരൊരു തണ്ണിമത്തൻ ഈ സാധനം സ്പ്രേ പെയിന്റ് അടിച്ചു, ഈ റൈനോക്സ്, എന്നിട്ട് ദൂരെ മറ്റേ ഉയരത്തിന്ന് ഇട്ടു. ഈ തണ്ണിമത്തൻ പൊട്ടിയില്ല. അത്ര സ്ട്രോങ് ആണ് ആ കവർ, അത്ര സ്ട്രോങ് ആണ്. റൈനോക്സിന്റെ ബെഡ് ലൈനർ. നമ്മൾ പറയേ പിള്ളേര് ഇപ്പൊ നമുക്ക് കമന്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് കമന്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ചേട്ടാ ടഫ്ലോൺ ചെയ്യുക, അത് ചെയ്ത് ഒരു അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. അത് ഗ്ലേസിങ് കൂടുതൽ കിട്ടാൻ ഓക്കെയാണ്. അല്ലാണ്ട് അർബൻ സിറ്റിയില് അർബൻ സെറ്റിംഗിലാണ് ടെഫ്ലോൺ നല്ലത്. അതെ, അല്ലാണ്ട് ഓഫ് റോഡിന് വേണ്ടിട്ട് എന്തിനാ BPF വരെ അർബൻ സെറ്റിംഗിലാണ് നല്ലത്. ഇങ്ങനെയുള്ള സെറ്റ് അങ്ങനെയുള്ള സ്ഥലത്ത് എവിടെയാണ് കോറാൻ പോണത്?
ഇങ്ങനെ വരുമ്പോ മാത്രമേ കുറവുള്ളൂ. അപ്പൊ നമുക്ക് ശരിക്കും അല്ല പറഞ്ഞാൽ അത് ചിലപ്പോ ഈ പൊടിയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തു അതൊന്നും ഇല്ലാണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ ഇപ്പം അത് കൂടുതൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ളടത്ത് ഈ വാച്ച്മാൻമാരാണ് ജീപ്പും നമ്മുടെ വണ്ടികൾ ക്ലീൻ ചെയ്യാം. അവർ ഈ മറ്റേ വെള്ളം മുക്കിയിട്ട് ഇതിട്ടിട്ട് തുടയ്ക്കും. ഒരു 3-4 ബക്കറ്റ് വെള്ളം കൊണ്ട് ചിലപ്പോ 25 വണ്ടി കഴുകും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ സ്ക്രാച്ച് ഒക്കെ ഈ PPF പെയിന്റ് പ്രൊട്ടക്ട് ചെയ്യും. ചെറിയ അതിനകത്തുള്ള മൈന്യൂട്ട്, അതിന് വേണ്ടിയിട്ടാണ് സംഭവം. എന്നാലും ബ്ലാക്കിലൊക്കെ കൂടുതൽ എടുത്ത് കാണിക്കും. ഏറ്റവും പെട്ടെന്ന് സ്ക്രാച്ച് അറിയുന്ന കളർ ബ്ലാക്കാ. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞോ 2 വർഷം കഴിയുന്ന സമയത്ത് ഈ സാധനം ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും പോകും. അതൊന്ന് പായി വീണ്ടും ഒന്ന് ക്ലിയർ ആവും. പിന്നെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അവര് കംപ്ലീറ്റ് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് ഇടുന്നുണ്ട് ഇവര്. പിന്നെ മഴ ഇടയ്ക്കിടയ്ക്ക് ചാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മൾ പോയ സമയത്ത് മഴ ഉണ്ടെങ്കിൽ വണ്ടി പോവില്ല. ഇപ്പൊ ചെളിപിളിയായിട്ട് കിടക്കണത് കൊണ്ട് കയറി. മഴയും കൂടിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി തെന്നി പോകും, കയ്യിൽ നിൽക്കൂല. എന്നാലും മാനസിക സന്തോഷം കിട്ടി. വണ്ടിക്കും നമുക്കും. നമ്മൾ ശരിക്കും എത്ര കിലോമീറ്റർ പോയിട്ടുണ്ടാവും? ഒരു 5 കിലോമീറ്റർ. 5 കിലോമീറ്ററിന് താഴെ മറ്റേ വാട്ടർ ക്രോസിങ്. പക്ഷെ എനിക്ക് അതിനെ ഇറങ്ങി വരണമെന്നുണ്ടായിരുന്നു. ഈ സമയമായിരുന്നു അല്ല, വൈകുന്നേരം ഇറങ്ങി. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു 4-5 സമയത്തായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് നമ്മൾക്ക് പ്രശ്നം വേറെ എന്താണെന്നറിയാം നിനക്ക്. വണ്ടികൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരുമ്പോ ചിലപ്പോ കോർക്കും വണ്ടി. ബാക്ക് കയറ്റാനോ ബാക്ക് എടുക്കാനോ ഒന്നും പറ്റില്ല. ഒരു വണ്ടി ഇറങ്ങി നമ്മൾ കയറി വരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അല്ല, പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഉള്ളവർ അതിനെ വൺ വേ ആയിട്ടാ കാണുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇതിലേക്കടെ കയറി അതിലേക്കടെ ഇറങ്ങി പോകണു അല്ലെ. അങ്ങനെ നമുക്ക് ആരും പറഞ്ഞു തരാനൊന്നുമില്ല. നമ്മള് ബൈ ചാൻസ് കയറിയെങ്കിൽ പണി തന്നെയല്ലേ. ഇതില് അല്ല നന്നായിട്ട് ഓർത്തു നോക്കി. ഇതിലേക്കടെ പോയാൽ നിങ്ങൾക്ക് പണി ചിലപ്പോ കിട്ടുന്ന അവര് പറഞ്ഞേ. ബിക്കോസ് അതിലേക്കടെ ജീപ്പ് ഇറങ്ങി വരിക എന്നാ പറഞ്ഞത്. നമ്മൾ ആ ജീപ്പ് ഇട്ട പൊസിഷൻ കണ്ടിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് അതിലേക്കടെ കയറാല്ലേ. അപ്പോഴാണ് അയാള് പറഞ്ഞ പറ്റില്ല, അവിടുന്ന് ജീപ്പ് ഇറങ്ങി വരണം. അപ്പൊ ഇതിലേക്കടെ പോയി യെസ് ഇതിലേക്കടെ കയറി അതിലേക്കടെ ഇറങ്ങി വരാം. അങ്ങനെയാ പറഞ്ഞത്. എന്തായാലും നമുക്ക് പിന്നെ വരുന്ന സമയത്തൊക്കെ വരാം. 2 പിന്നെ എങ്ങനെയാ, പിന്നെ ഒരെണ്ണത്തിന് ഫ്രണ്ടിൽ എടുത്താണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കാം. അതിന്റെ അല്ല, ഈ ഓഫ് റോഡ് ഇങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് പിള്ളേര് അല്ല പിള്ളേർക്ക് ഇഷ്ടാ. പിള്ളേർക്ക് ഇങ്ങനത്തെ പരിപാടികളാണ് ഈ വണ്ടിയിൽ എവിടേക്ക് വരാൻ വേണമെങ്കിലും ഇഷ്ടാ. ശരിയാ. തലേക്ക് ഇടിക്കൂടാ. സീറ്റ് ബെൽറ്റ് ഇട്ട് ശരിക്കും സേഫ്റ്റി റിസ്കാ കുട്ടികളെ മടിയിൽ ഇരുത്തിയിട്ട് പോണത്. അതെ അങ്ങോട്ട് ആടുമ്പോഴൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ പണി പാടുക. അതെ, അതുകൊണ്ടാണ് പിന്നെ ഞാനും അത് ഇൻസിസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. നല്ല പ്രോപ്പർട്ടികള് ഇത് രസമാണല്ലേ. നമ്മള് നേരെ ഇനി റിസോർട്ടിന്റെ ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. റോഡൊന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി പോകണം നല്ലൊരു വഴി തന്നെയാ അല്ലേ. ഇതിപ്പോ ഇങ്ങനെ കട്ടൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ളത് കൊണ്ടാണ്. ചേട്ടാ പോയിട്ടോ. ഓക്കെ, ചേട്ടൻ പറഞ്ഞ് ഈ വഴിക്കാ. ചേട്ടൻ പറഞ്ഞ് വേറെ വഴിയായിരുന്നു. ആ വഴിക്ക് പോയി അതാണ് നമുക്ക് നാളെ പോകണ്ടത്. അതെ, അത് നാളെ പോകേണ്ടത്. ഈ വഴി അത് പോണം, അതൊക്കെ പോവാം. ഇത് നല്ല കുത്തനെ കേട്ടോ. അതെ, അതാ ഞാൻ പറഞ്ഞു. ഇതിപ്പോ ടാർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളത് അറിയാത്തതാണ്. നല്ല ഉഷാറ് കേട്ടോ ഇത്. ഒരു ഓണടിച്ച് ഓട്ടോറിക്ഷ മാറ്റിയാലേ നമ്മുടെ പാർക്കിംഗ് സ്ഥലത്തേക്ക് നമുക്ക് ഇടാൻ പറ്റുള്ളേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ എവിടുന്ന് അല്ല, നമുക്ക് പുറത്ത് പോയി കഴിക്കാവും മിക്കവാറും. നോക്കി നോക്കാം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇപ്പൊ ശരിക്കും രാത്രി വന്നപ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ ലേറ്റ് കണ്ടപ്പോഴാണ് ഓരോരോ കോട്ടേജുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അല്ലേ. എന്ത് ഭംഗിയത്. അവിടെ ഉണ്ട്. ഇതൊക്കെ തന്നെയാട്ടാ. അവിടെ 3-4 ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ മരത്തിന്റെ ഇതുകൊണ്ട് കാണാണ്ടിരിക്കണതാ. കുറേ സ്ഥലത്തൊക്കെ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ച പിള്ളേര് കുളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ടുണ്ടാവുന്ന വിചാരിച്ചത് കേട്ടോ. അപ്പൊ നോക്കിയപ്പോ ഉണ്ട് വീട്ടുകൾ കയറി വന്നിട്ടൊന്നുമില്ല. ലേശം അകലെ പൂള്. ഞങ്ങള്
എന്താ പറയുക, റൂമിനേക്കാൾ റൂം അതാണ്. അവിടെ നിന്ന് ഇവിടം വരെ വരണം. ഇതേവരെ ആ സൈഡിലൊക്കെ നിറച്ച് ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല സംഭവം. എന്തായാലും പോയി നോക്കട്ടെ കേട്ടോ. വെള്ളത്തിൽ തന്നെയാ മുത്തേ മുത്തേ. ആ കേറിയില്ലേ? ആ നിങ്ങൾ ഇതേവരെ ഇപ്പോഴും കേറിയിട്ടില്ല. അബിയ എന്തുകൊണ്ട് നീ പറഞ്ഞു കൊടുത്തില്ല അബിയ അവരോട് കേറി വരാനായിട്ട്? ആ കണ്ടോ മുത്തേ വാ. ഇറങ്ങണ്ടാന്നോ? ആ വെരി ഗുഡ്. ആ ആ എന്നാ ബാ, ഇനി നിർത്തി വായോ. ഇല്ല ഞങ്ങൾ താഴത്തേക്കില്ല, നിങ്ങളാ വെള്ളം മുഴുവൻ കലക്കി. ബാ മുത്ത കേറി വാ. മുത്ത ടയർ നോക്കടാ, കണ്ടോ? അതേപോലത്തെ സ്ഥലത്തേക്കടെ പോയി തലയൊക്കെ തോർത്തി കുളിക്ക്. അപ്പം ഇനിയിപ്പോൾ നേരെ പോയി കുളിച്ച് വസ്ത്രം മാറി ഭക്ഷണം കഴിക്കാനൊക്കെ പോകണം. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ടിൽ ഫുഡ് ഉണ്ട്, പക്ഷെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തേക്ക് ഒരു 8 കിലോമീറ്റർ വന്നപ്പോഴാണ് റിസോർട്ടിൻ്റെ അവിടെ നിന്നും വാഗമൺ സിറ്റിയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ VR ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. കാരണം ബസ്സുകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. പാർക്കിംഗ് എനിക്ക് തോന്നുന്നു വാഗമണ്ണിൽ വണ്ടികൾ, ബസ് പോലെയുള്ള വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ റെസ്റ്റോറൻറ്റ്. ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു 4 വണ്ടി പാർക്ക് ചെയ്യാമെന്ന് പറയാണ്ട് വലിയ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ ഞങ്ങളിത് ഇന്നോവയിൽ എല്ലാവരും കൂടി തിക്കി തിരക്കി അങ്ങോട്ട് വന്നു, നേരെ വന്ന് ഹോട്ടലിലേക്ക് കയറി. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്നൂസിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ടൗൺ എന്ന് പറയുന്നത്, കണ്ടോ? അതാണ് ടൗണ്. അപ്പോൾ നേരെ അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് മാറി കഴിച്ചു നോക്കാം. എന്തായാലും അടുത്ത സ്ഥലത്തു നിന്നും കൂടി കഴിച്ചാലല്ലേ എങ്ങനെയുണ്ടെന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ ഈ ബസ്സുകളൊക്കെ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇഷ്ടം പോലെ സീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മുൻകൂട്ടി അവരെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഞാനിന്ന് പുറത്തിറങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ബുഫേ പോലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരും സീറ്റിംഗ് ആയി. ഓർഡറും ചെയ്തിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ കുറയണം. നിന്റെ ഓർഡർ എന്തായിരുന്നു എന്ന് പറയാമോ? കേട്ടില്ല. എനിക്കൊരു നൂഡിൽസ് മാത്രം. എന്താ പറഞ്ഞിട്ടുള്ളത്? അയ്യോ ഇവിടെ AC-യുടെ വെള്ളം വീഴുന്നുണ്ട്. ഇവിടെ ആകെ നനഞ്ഞിരിക്കുന്നു. ഇതെന്താ പറയാ? അങ്ങനെ പൊറോട്ടയും ചപ്പാത്തിയാ? ചപ്പാത്തി. ആ അതേനെന്താ പറഞ്ഞിട്ടില്ലേ? നൂഡിൽസ്. നീ നൂഡിൽസ് പറഞ്ഞിട്ടില്ലേ? നൂഡിൽസ്. അബിയോ? അമ്മയ്ക്ക് ചപ്പാത്തി. എഗ് മസാല പറഞ്ഞേക്കണേ. ആ ഒരു എഗ് മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് ഇടും, വന്നിട്ട് മസാല മിക്സ് ചെയ്ത് അങ്ങനെ ഒരു കറി പോലെ. അതെ. അല്ല 2 നൂഡിൽസ് പറഞ്ഞിട്ടല്ലോ. ആണോ? ആ അപ്പൊ നമുക്ക് ഇനിയും പറയാം. ഇവരിപ്പോ ആ ഒരു ഡ്രാഗൺ ചിക്കൻ കഴിക്കാൻ പോണേ. അല്ല ഡീന പറഞ്ഞിട്ടുള്ളത് ചപ്പാത്തി നൂഡിൽസ്. ആ അപ്പൊ ആർക്കും അതാ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ നമുക്ക് നോക്കാം, വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാറോ അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഹോട്ടലൊക്കെ നല്ലതാണ്. ഈ ഭക്ഷണം മാത്രം എങ്ങനെയുണ്ടെന്നുള്ളത് അറിഞ്ഞാൽ മതി. നമ്മുടെ ഫുഡ് വന്നു. എഗ് മസാല, നൂഡിൽസ്, പിന്നെന്താ ചേട്ടൻ കൊണ്ടുവന്നിട്ടുള്ളത്? പൊറോട്ട, നൂഡിൽസ്, ചപ്പാത്തി, ബിരിയാണി. ഇത് മുഴുവൻ ഞാൻ കഴിക്കില്ല മോനെ. സർലാസ്, ഡ്രാഗൺ ചിക്കൻ. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ ഓരോന്ന് കഴിച്ചിട്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ കേട്ടോ.
ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് ഒരു ആവറേജ് ഫുഡ് കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പാക്കേജായിട്ട് ചെയ്യണതാണെന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല ബസ്സിൽ 50 പേര് ഒരുമിച്ച് വരികയാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർ സാധാരണ അത്ര പേർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ റേറ്റൊക്കെ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. അത് തന്നെയല്ല ഒരുമിച്ച് അൺലിമിറ്റഡ് ഫുഡാണ്. അവർക്ക് ബിരിയാണി പറഞ്ഞാലും അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്ര റഷ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ആവറേജ് ഫുഡ് കാര്യങ്ങളും. ഇതൊരു ഗൂർക്ക കിടക്കുന്നുണ്ട്. ഗൂർക്കയുടെ ഒരു ഹൈറ്റും വെയിറ്റും നോക്കി. ഇന്നാളെ ഞാനൊരു ഗൂർക്ക കണ്ടപ്പോൾ കാണിച്ചു തന്നില്ല, പക്ഷെ അത് 5 ഡോറായിരുന്നു, ഇത് 3 ഡോറാണ്. കാണാനുണ്ട് പൊന്നോ ഉണ്ടോ, ഒരു പ്രത്യേക ഇടുപ്പ് കേട്ടോ ഗൂർക്ക. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കാണുമ്പോൾ നിറഞ്ഞു നിൽക്കണ പോലത്തെ ഒരു ഫീല്. നിധിയൊക്കെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ, നിധേ ഗൂർക്കയുടെ അടുത്ത് നിൽക്കുമ്പോഴേ കുഞ്ഞു കുട്ടികൾ വന്ന് നിന്ന പോലെയായി. എന്തുട്ടാ സൈസ്. ഇനി അല്ലാതെ ചില സാധനങ്ങൾ മേടിച്ച് നല്ല നീങ്ങാൻ പോകട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു കേട്ടോ. നിറച്ച് കോടയാണ്, റോഡൊക്കെ കണ്ടു, ഫുള്ള് കോട ഇറങ്ങി, ഒന്നും കാണാനില്ലാത്ത പരിവായി. എന്തായാലും നേരെ നമ്മളുടെ റിസോർട്ടിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എവിടെ എത്തി? നമ്മള് എസ്റ്റേറ്റിൽ തിരിച്ചെത്തി. അങ്ങനെ പറയാൻ പറ്റും. റിസോർട്ട് എന്നുള്ള എവിടെ എഴുതിയിട്ടില്ല ഇതിനകത്ത്, എസ്റ്റേറ്റ് എഴുതിയിട്ടില്ല. ഗ്രീൻ എസ്റ്റേറ്റിൽ തിരിച്ചെത്തി. അവർ ഗേറ്റൊക്കെ പൂട്ടിയിട്ടൊക്കെ കണ്ടാ, അവിടെ ഗേറ്റൊക്കെ പൂട്ടി, റിസപ്ഷനൊക്കെ പൂട്ടി, എല്ലാവരും പോയി. അപ്പോൾ ഇവിടെ കുറച്ച് പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവർ നേരത്തെ വന്ന സമയത്ത് പ്ലേ ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ. 2 മിനിറ്റല്ലേ പറ്റുള്ളൂ. മുത്തിനാണെങ്കിൽ ആട്ടക്കാരൻ അയക്കാനാണ് അവിടെ. ഓളം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീലൊക്കെ അടിച്ചിരിക്കുകയാണ്. എല്ലാവരും കിടന്നുറങ്ങി, ലൈറ്റുകളൊക്കെ കിടത്തി. ഞങ്ങൾ മാത്രം ഇവിടെ വന്നിരുന്ന് ഊഞ്ഞാലാടാനും അതുപോലെ തന്നെ കളിക്കാനൊക്കെ വന്നതാണ് അല്ലേ. ഇത് കളിക്കാൻ മേടിച്ചു. ഇത് ഞാൻ മേടിച്ചേ പറയേ. ഇത് ഭയങ്കര ഈസിയാ, താഴെ വീഴില്ല ഒട്ടും. നമ്മളിങ്ങനെ കൊറേ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തത് പൊട്ടും. അതെ, ഇത് നല്ലതാ ഇങ്ങനെ കളിക്കാൻ. ഓക്കെ, ഇങ്ങനെ മാത്രം. അപ്പൊ എന്നാ കളിച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നേരെ ഉറങ്ങാനായിട്ട് പോവാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാതായിരിക്കും. എല്ലാവർക്കും ബൈ 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 ബൈ. ഇതിന് നോക്കി പറയേ ബൈ 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 ബൈ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് ആണ്, ഫോളോ ചെയ്യാൻ. ഓക്കെ, പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും. ഓക്കെ 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 ബൈ. അത് ശരിക്കും വെക്കടാ, ബെസ്റ്റ്. ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെക്ക് ചെയ്യുള്ളൂ. അതെ, അപ്പൊ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തന്നാ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, നോട്ടിഫിക്കേഷൻ ബെല്ലടിച്ചോ. അപ്പൊ നിങ്ങൾ എന്ത് വീഡിയോ പോസ്റ്റ് ആയാലും അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ ബൈ.